നമസ്കാരം. ഞാൻ ജിജി മാരിയോ. രാമഭക്തനായ ഒരു തവള ഒരു പുഴക്കരയിൽ ജീവിച്ചിരുന്നു. അപ്പൊ എന്തെങ്കിലും അപകടം വരുമ്പോ അല്ലെങ്കിൽ എലിയോ പാമ്പോ ഒക്കെ തവളേനെ ഉപദ്രവിക്കാൻ വരുമ്പോ ഉടനെ തവള ദൈവത്തെ വിളിക്കും, രാമനെ വിളിക്കും. അയ്യോ രാമ രാമ, എന്നെ രക്ഷിക്കണേ, എന്നെ പാമ്പ് പിടിക്കാൻ വരുന്നു, ഒരു വേട്ടക്കാരൻ പിടിക്കാൻ വരുന്നു, തവള പിടിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കും. അപ്പോ ഈ തവളയുടെ കരച്ചിൽ കേട്ടിട്ട് രാമൻ അവരുടെ തവളയുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഈ തവളയെ രക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഈ തവള വളരെ സന്തോഷത്തോടു കൂടി ഈ പുഴക്കരയിൽ ഇങ്ങനെ ജീവിച്ചു പോവാം. ഒരു ദിവസം രാമൻ ആ പുഴക്കരയിൽ കുളിക്കാൻ വന്നപ്പോ അദ്ദേഹത്തിന്റെ തോളിൽ കടന്നിരുന്ന അമ്പും വില്ലും ഒക്കെ പുഴയുടെ തീരത്ത് ഒരു മരത്തിന്റെ ചോട്ടിലായിട്ട് വെച്ചിട്ട് കുളിക്കാനായിട്ട് ഇറങ്ങി. കുറേ സമയം എടുത്തു, നീരാട്ടൊക്കെ കഴിഞ്ഞു, വളരെ സമയം കഴിഞ്ഞ് പതുക്കെ കരയിലേക്ക് എത്തി. ആ മരത്തിന്റെ ചോട്ടിൽ നിന്നും ഈ അമ്പും വില്ലും എടുത്ത് തോളിലോട്ടിടാൻ നോക്കിയപ്പോ ഉണ്ട് തന്നെ എപ്പോഴും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, തന്നെ ഒത്തിരി സ്നേഹിച്ചു കൊണ്ടിരുന്ന ആ തവള ചത്തു കിടക്കുന്നത് കണ്ടു. പെട്ടെന്ന് തന്നെ രാമന് സങ്കടം തോന്നിയിട്ട് ആ തവളേനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് പതുക്കെ തലോടിയിട്ട് ജീവൻ കൊടുത്തിട്ട് ഈ രാമൻ ചോദിക്കാണ്, അല്ലയോ തവളെ, എത്രയൊക്കെ കഷ്ടപ്പാടുകൾ വരുമ്പോഴും അതെല്ലാം നിന്റെ ശത്രുക്കൾ നിന്നെ ഉപദ്രവിക്കാൻ വരുമ്പോഴും ഒക്കെ നീ നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, രാമ രാമ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയാറുണ്ട്. പക്ഷേ എന്തേ ഇപ്രാവശ്യം നീ എന്നെ വിളിച്ചില്ല? ഇപ്രാവശ്യം എന്തേ എന്റെ പേര് നീ ശബ്ദിച്ചില്ല എന്ന് ചോദിച്ചപ്പോ തവള വളരെ സങ്കടത്തോടുകൂടി ദയനീയമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ലയോ രാമ, എന്നെ പാമ്പോ അല്ലെങ്കിൽ മറ്റു ശത്രുക്കളോ വന്ന് ഉപദ്രവിക്കുമ്പോ ഞാൻ നിന്നെയായിരുന്നു വിളിച്ചിരുന്നത്, എന്റെ ദൈവത്തിനെയായിരുന്നു വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ആ ദൈവം തന്നെ എന്നെ വന്ന് നേരിട്ട് ഉപദ്രവിക്കുമ്പോ ഞാൻ ആരുടെ അടുത്താ കരഞ്ഞു പ്രാർത്ഥിക്കുക? ആരാ എന്റെ പ്രാർത്ഥന കേൾക്കുക എന്നിങ്ങനെ തവള ചോദിച്ചു. അപ്പോ രാമനൊന്നും മനസ്സിലായില്ല. ചുറ്റും നോക്കിയപ്പോഴാണ് രാമന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തന്റെ അമ്പും വില്ലും പതിച്ചാണ്, അല്ലെങ്കിൽ അമ്പും വില്ലും കുളിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ ധൃതിയിൽ അമ്പും വില്ലും ഊരി വെച്ചത് ആ തവളയുടെ പുറത്തായിരുന്നു. അങ്ങനെയാണ് ആ തവള ചത്തത് എന്ന് മനസ്സിലായത്. അപ്പോൾ ഇതൊരു കഥയാണ് എങ്കിലും ഈ കഥ നമ്മുടെ കുടുംബങ്ങളുമായിട്ട് ഞാനൊന്ന് താരതമ്യം ചെയ്യുകയാണ്. അതായത് ഈ ലോക്ക്ഡൌൺ കാലത്തിന് ശേഷം ഒരുപാട് പേരൻസുമായിട്ടും മക്കളുമായിട്ടും ഇടപഴകുവാനും അവരുമായിട്ട് ഫോണിൽ സംസാരിക്കുവാനും നേരിട്ട് കാണുവാനും ഒക്കെ സാധിച്ചു. അപ്പോഴൊക്കെയും അവരുടെ വിഷമങ്ങൾ പറയുകയായിരുന്നു. അതായത് നമ്മളുടെ മക്കൾക്ക് ഈ അപ്പനും അമ്മയും ഒക്കെ ദൈവങ്ങളാണ്. അപ്പോ അവരുടെ എന്തെങ്കിലും പുറത്തുള്ള അല്ലെങ്കിൽ അധ്യാപകരുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ മറ്റു ആൾക്കാരുടെയൊക്കെ ഒഴിവാക്കലുകളും കുറ്റപ്പെടുത്തലുകളും അവഗണനകളും വിഷമങ്ങളും വേദനകളും ഒക്കെ പരാതിയായിട്ട് അവർ ഓടി വരിക ദൈവങ്ങളായിട്ട് കരുതുന്ന സ്വന്തം അപ്പന്റെയും അമ്മയുടെ അടുത്തേക്കുമായിരിക്കും ഓടി വരിക. ഒരുപക്ഷെ അവർക്ക് അവരുടെ പരാതി കേട്ടിട്ട് പരിഹാരം പറയേണ്ട ആ അപ്പനും അമ്മയും തന്നെ അവരെ കുറ്റപ്പെടുത്തി അകറ്റുമ്പോൾ, വേദനിപ്പിച്ച് മാറ്റി നിർത്തുമ്പോഴുണ്ടാവുന്ന വേദന എന്തുമാത്രമായിരിക്കും അല്ലെ? അവര് പിന്നെ ആരോടാ പോയി പറയുക അല്ലെ? ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മക്കൾ വിഷാദ രോഗത്തിലേക്ക്, ഡിപ്രഷനിലേക്ക്, ഒരു ചില തെറ്റായ ബന്ധങ്ങളിലേക്ക്, പലതരം അഡിക്ഷനുകളിലേക്കൊക്കെ വഴിമാറി പോകുന്നത്. നമ്മൾ മാതാപിതാക്കൾ അറിയാതെ പോകുന്ന ഒരു ചില യാഥാർത്ഥ്യമാണ് ഇത്. അതായത് ഈയിടെ 1-2 ഫാമിലി പേരൻസിനോട് മക്കളോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട്, നമ്മുടെ സങ്കടങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ചില ആവശ്യങ്ങളുണ്ട്, അതൊക്കെ കേൾക്കാൻ എന്റെ അപ്പനും അമ്മയ്ക്കും സമയമില്ല. അവര് തിരക്കിട്ട് ഓടുകയാണ്. അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായമാണ്. ജീവിതത്തിൽ ഒരുപാട് ബാധ്യതകളുണ്ട്, കടബാധ്യതകളുണ്ട്, മക്കളെ വളർത്താൻ വേണ്ടി ഓടുന്നു, ജോലി ഭാരം, വീടിന്റെ മറ്റു ചില ഭാരങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഓടുകയാണെന്നാണ് അവര് പറയുന്നത്. അവര് മറുപടി കറക്റ്റ് തന്നെയാണ്. പക്ഷേ ആ ഓട്ടത്തിനിടയിലും അവര് മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ചേച്ചിയെ എന്നാ ഒരു കുട്ടി എന്നോട് പറഞ്ഞത്. അവർ ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ, പക്ഷേ ഞങ്ങളെ കേൾക്കാൻ ഒരു ഇത്തിരി സമയം മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ആ ജീവിതത്തിൽ അവരെന്തു നേടി?
ആ ജീവിതം അങ്ങനെ ഓടുന്നത് കൊണ്ട് എന്തർത്ഥമാണ് ഉള്ളത് എന്ന് ഒരു കുട്ടി ചോദിച്ചപ്പോ ശരിക്കും പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ എനിക്കായില്ല. അതുകൊണ്ട് തന്നെ എന്റെ സ്നേഹം നിറഞ്ഞ എന്റെ കൂട്ടുകാരോട്, അപ്പനെയും അമ്മയും ആയിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നമ്മൾ എത്രയൊക്കെ ജീവിതത്തില് കഷ്ടപ്പാടിന്റെ ഇടയിലുണ്ട് ഒക്കെ സംഭവിച്ചു, അതിന്റെയൊക്കെ ഇടയിൽ നമ്മൾ ഓടുകയാണ് എങ്കിൽ പോലും മക്കൾക്ക് വേണ്ടി, മക്കളെ കേൾക്കുവാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം. അവരുടെ മുമ്പിൽ നമ്മൾ ദൈവങ്ങളാണ്. ദൈവത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാനായിട്ട് അവർക്ക് ഒരുപാട് കൊച്ചു കൊച്ചു പരാതികള്, സങ്കടങ്ങള്, വിഷമങ്ങള്, പരാതികളൊക്കെ ഉണ്ടാവും. ഒരിത്തിരി സമയം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഓർപ്പിച്ചോട്ടെ, അവരെന്തെങ്കിലും പരാതി, സങ്കടങ്ങള്, വിഷമങ്ങളായിട്ടൊക്കെ വരുമ്പോ ഒരുപക്ഷെ നമ്മളുടെ എടുത്തടിച്ചുള്ള മറുപടി അവരെ വീണ്ടും സംസാരിക്കാൻ പറ്റാത്ത തരത്തില് അവരെ നമ്മളെ ഒഴിവാക്കുന്ന തരത്തിൽ നമുക്കൊരു സാഹചര്യം നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഏക്കാം. എങ്ങനെയെന്ന് വെച്ചാല്, ചിലപ്പോൾ സ്കൂളില് അല്ലെങ്കിൽ കോളേജില് അധ്യാപകർ അവരെ കുറ്റപ്പെടുത്തിയത്, അല്ലെങ്കിൽ സ്കൂളിൽ കുറച്ച് നേരം പുറത്തു നിർത്തിയത്, കൂട്ടുകാരുമായിട്ട് തല്ലിട്ടത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് വഴക്കിട്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറ്റകൃത്യത്തിന് അവർ പിടിക്കപ്പെട്ടതൊക്കെ ചിലപ്പോൾ സങ്കടകരമായിട്ടായിരിക്കും അവർ വന്ന് പറയുക. ചിലപ്പോൾ കുറ്റബോധത്തോടുകൂടി, പശ്ചാത്താപത്തോടുകൂടി ആയിരിക്കും അവർ നമ്മുടെ മുമ്പിൽ വന്ന് സംസാരിക്കുക. അപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ എടുത്തടിച്ചുള്ള ഒരു കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിലും നീ അങ്ങനെയൊക്കെ തന്നെയാ, കഴിഞ്ഞ പ്രാവശ്യം നീ അങ്ങനെ ചെയ്തില്ലേ, എത്ര പ്രാവശ്യമാണ് ഞാൻ നിന്നെ ഉപദേശിക്കുന്നത്, നീ മറ്റവളെ നോക്കിയേ, നിന്റെ മൂത്ത ചേച്ചീനെ അല്ലെങ്കിൽ അനിയനെ നോക്കി കണ്ടുപിടിച്ചേ, അവർക്ക് എത്ര രസമായിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, എത്ര ഉപദേശിച്ചാലും നീ നന്നാവില്ലല്ലോ എന്റെ കൊച്ചേ എന്നുള്ള കുറ്റപ്പെടുത്തിയുള്ള സംസാരം ഒഴിവാക്കണം. നമ്മൾ അവിടെ മുമ്പിൽ ദൈവങ്ങളാ, ആശ്വസിപ്പിക്കേണ്ടവരാണ്, ചേർത്ത് നിർത്തേണ്ടവരാണ്, ചങ്കോട് ചേർത്ത് വെച്ച് സാരമില്ല, ഒക്കെ ശരിയാവും, തെറ്റുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം, തിരുത്താൻ ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും അവസരങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ചേർത്ത് നിർത്തേണ്ടവരാണ് നമ്മൾ മാതാപിതാക്കൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൊച്ചു കഥ നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തന്നത്. അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.